നമസ്കാരം. ദേവേന്ദ്രന്റെ ആന ഐരാവതം പൂജിച്ചതും ശുഭമഹർഷി തേനീച്ചയുടെ രൂപത്തിൽ ഇന്നും ഗർഭഗൃഹത്തിനുള്ളിൽ ഭഗവാനെ പൂജിക്കുന്നതുമായ ഒരു ശിവക്ഷേത്രത്തെക്കുറിച്ച് മനസ്സിലാക്കാം. ക്ഷേത്രം അരുൾമിகு വണ്ടമർ കുഴലിയമ്മ ഉടനുരെ ഐരാവതീശ്വരർ തിരുക്കോവിൽ. ഈ ക്ഷേത്രം തമിഴ്നാട്ടിൽ തിരുവാരൂർ ജില്ലയിൽ തിരുക്കോട്ടാറ് എന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ മൂലവർ ഭഗവാൻ ശ്രീപരമേശ്വരൻ ഐരാവതീശ്വരർ എന്ന നാമത്തിലും ദേവി ശ്രീപാർവതി വണ്ടമർ കുഴലിയമ്മ എന്നിങ്ങനെയും അനുഗ്രഹം ചൊരിയുന്നു. ധാരാസുരം ഐരാവതേശ്വരർ കോവിലിനെ പറ്റിയും വീഡിയോ ചെയ്തിട്ടുണ്ട്. കാവേരി നദിയുടെ തെക്ക് കരയിലുള്ള പ്രശസ്തമായ 276 ശിവക്ഷേത്രങ്ങളിൽ 53ാമത്തേതും പ്രശസ്ത ശിവഭക്തരായിരുന്ന 63 നായന്മാരുടെ കവിതാ സമാഹാരമായ ദേവാരംപാടിൽ ഉൾപ്പെട്ടിട്ടുള്ള 274 ശിവക്ഷേത്രങ്ങളിൽ 116ാമത്തേതുമാണ് ഈ ക്ഷേത്രം. 63 നായന്മാരിൽ തിരുജ്ഞാന സംബന്ധർ ഇവിടത്തെ മൂലവരെപ്പറ്റി പതികം പാടിയിട്ടുണ്ട്. ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള ഐതിഹ്യങ്ങൾ ഇങ്ങനെയാണ്. മുമ്പൊരു യുഗത്തിൽ ദുർവാസാവ് മഹർഷി കാശിയിൽ ശിവലിംഗം പ്രതിഷ്ഠ ചെയ്ത ശേഷം ഭഗവാനെ അണിയിച്ചിരുന്ന മാലയെടുത്ത് ഐരാവതത്തിന്റെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയായിരുന്ന സ്വർഗലോകത്തിന്റെ അധിപതി ദേവേന്ദ്രന് കൊടുത്തു. ദേവേന്ദ്രൻ ഭക്തിപൂർവം അത് ഐരാവതത്തിന്റെ മസ്തകത്തിൽ അണിയിച്ചു. അപൂർവ സുഗന്ധമുള്ള മാലയിലേക്ക് വണ്ടുകൾ ആകർഷിക്കപ്പെട്ട് ഐരാവതത്തെ ശല്യം ചെയ്തപ്പോൾ ദേഷ്യം വന്ന ഐരാവതം മാല വലിച്ച് നിലത്തിട്ട് ചവിട്ടിയരച്ചു. ഇത് കണ്ട ദുർവാസാവ് മഹർഷി കോപിഷ്ഠനായി ദേവേന്ദ്രനെയും ഐരാവതത്തെയും ശപിച്ചു. ശാപമേറ്റ ഐരാവതം തന്റെ വെണ്ണിറം നഷ്ടപ്പെട്ട് കാട്ടാനയായി മാറി 100 ആണ്ടുകൾ പല ശിവസ്ഥലങ്ങളിലേക്ക് ചെന്ന് ശിവഭഗവാനെ പൂജിച്ചു. അങ്ങനെ ഐരാവതം ശിവഭഗവാനെ പൂജിച്ച സ്ഥലങ്ങളിൽ ഇതുമൊന്ന്. ഐരാവതം തന്റെ കൊമ്പുകൊണ്ട് മേഘത്തിൽ കുത്തി മഴ പെയ്യിച്ച് ആ ജലമെടുത്ത് ഇവിടെയുള്ള സ്വയംഭൂ ശിവലിംഗത്തിന് അഭിഷേകം ചെയ്തു. ഐരാവതം തന്റെ കൊമ്പിനാൽ വരുത്തിയ ഗംഗാനദിയാണ് കോട്ടാറ് എന്ന വാഞ്ചിയാറ്. ഐരാവതം ഭഗവാനെ പൂജിച്ച കാരണത്താൽ ഭഗവാന്റെ നാമം ഐരാവതീശ്വരർ എന്നായി. തിരുക്കോട്ടാറ് എന്നറിയപ്പെട്ടിരുന്ന ഈ പ്രദേശം ഇപ്പോൾ തിരുക്കൊട്ടാരം എന്നാണ് അറിയപ്പെടുന്നത്. പിന്നീട് മധുരമീനാക്ഷി ക്ഷേത്രത്തിലെ പൊറ്റാമരക്കുളത്തിൽ നീരാടി ശിവഭഗവാനെ പൂജിച്ചാണ് ഇന്ദ്രനും ഐരാവതത്തിനും ശാപമോക്ഷം കിട്ടിയതെന്നാണ് തിരുവിളയാടൽ പുരാണം പരാമർശിക്കുന്നത്. വേറൊരു ഐതിഹ്യം, ശുഭമഹർഷി എന്നൊരു തപസ്വി ദിനവും ഇവിടെ ഭഗവാൻ ഐരാവതീശ്വരരെ പ്രാർത്ഥിക്കാൻ എത്തുമായിരുന്നു. ഒരു നാൾ അദ്ദേഹം താമസിച്ചെത്തിയപ്പോഴേക്കും ക്ഷേത്രവാതിൽ അടച്ചിരുന്നു. മഹർഷി തന്റെ തപശക്തിയാൽ തേനീച്ചയായി രൂപം മാറി താക്കോൽദ്വാരത്തിലൂടെ ഗർഭഗൃഹത്തിനുള്ളിലെത്തി ഭഗവാനെ പൂജിച്ചു. പിന്നീട് അദ്ദേഹം അതേ രൂപത്തിൽ നിരന്തരമായി ഇവിടെ താമസിച്ചു എന്നാണ് കഥ. ആ കാലം മുതൽ മൂലവർ സന്നിധിക്കുള്ളിൽ തേൻകൂട് ഉണ്ട്. വർഷത്തിലൊരിക്കൽ തേനെടുത്ത് സ്വാമിക്ക് അഭിഷേകം ചെയ്യുന്നു. വീണ്ടും അവിടെ തേനീച്ചകൾ കൂടുകെട്ടുന്നുണ്ട്. ശുഭമഹർഷിയുടെ ശില്പം പ്രകാരത്തിൽ ഭക്തർക്ക് ദർശിക്കാം. മഹർഷി ഇന്നും തേനീച്ചയുടെ രൂപത്തിൽ ഭഗവാനെ പൂജിക്കുന്നു എന്നാണ് വിശ്വാസം. അതിപുരാതനവും 2000 വർഷത്തോളം പഴക്കം തോന്നിക്കുന്നതും കിഴക്ക് ദർശനമായ 3 നില രാജഗോപുരത്തോടെ കാണപ്പെടുന്നതുമായ അരുൾമിகு തിരുക്കോട്ടാർ ഐരാവതീശ്വരർ കോവിൽ ചോഴ രാജാക്കന്മാർ പുനർനിർമ്മാണം ചെയ്തതായിരിക്കാമെന്നാണ് അനുമാനം. ക്ഷേത്രത്തിൽ ഋഷഭത്തിന് മുന്നിലും പിന്നിലുമായി 2 ബലിപീഠമുണ്ട്. ധ്വജസ്തംഭം, ബലിപീഠം, നന്ദിമണ്ഡപം കടന്ന് അകത്തേക്ക് പ്രവേശിച്ചാൽ മഹാമണ്ഡപം, അർദ്ധമണ്ഡപം. പ്രധാന സന്നിധിയിൽ ശ്രീപരമേശ്വരൻ ഐരാവതീശ്വരർ എന്ന നാമത്തിൽ ചെറിയ സ്വയംഭൂ ശിവലിംഗമായി ഭക്തർക്ക് അനുഗ്രഹം ചൊരിയുന്നു. ഗർഭഗൃഹത്തിനുള്ളിലെ തേനീച്ചകളുടെ ശബ്ദം ഗർഭഗൃഹത്തിന് പുറത്തു നിന്നാലേ ഭക്തർക്ക് കേൾക്കാം. വിവാഹ തടസ്സവും സന്താന തടസ്സവും മാറ്റാൻ ഭക്തർ സ്വാമിക്കും അമ്പാൾക്കും വസ്ത്രം ചാർത്തി പ്രാർത്ഥിക്കുന്നു. ദേവി ശ്രീപാർവതി വണ്ടമർ കുഴലിയമ്മ എന്ന നാമത്തിൽ തനി സന്നിധിയിൽ 4 കരങ്ങളോടെ പുഞ്ചിരിച്ചുകൊണ്ട് തെക്ക് ദർശനമായി ഭക്തർക്ക് അനുഗ്രഹം ചൊരിയുന്നു. മുൻ മണ്ഡപത്തിന് അരുകിൽ കുമാരഭുവനേശ്വരർ കോവിലുണ്ട്. അവിടെയുള്ള വലിയ ശിവലിംഗം അഗസ്ത്യരും ശുഭമഹർഷിയും ചേർന്ന് പ്രതിഷ്ഠിച്ചതാണെന്നാണ് ഐതിഹ്യം. ക്ഷേത്രത്തിൽ മുഖ്യപ്രതിഷ്ഠകളെ കൂടാതെ ആറുമുഖർ, അഗസ്ത്യർ, നടരാജർ സഭ, സുന്ദരർ, പർവേനാച്ചിയാർ, ബ്രഹ്മാവ്, മഹാവിഷ്ണു, ഗണപതി, മഹാലക്ഷ്മി, നാൽവർ, നാഗർ, കുമാരഭുവനേശ്വരർ, ജടാമുടിയോടെ ശുഭമുനി, കൈലാസനാഥർ, സമയാചാര്യർ, ശ്രീമുരുകൻ, ദക്ഷിണാമൂർത്തി, അർദ്ധനാരീശ്വരർ, ചണ്ഡേശ്വരർ, ഭൈരവർ, സൂര്യൻ, ചന്ദ്രൻ എന്നിങ്ങനെ ധാരാളം ഉപപ്രതിഷ്ഠകളുമുണ്ട്. ക്ഷേത്രവൃക്ഷം പാരിജാതം. ക്ഷേത്രതീർത്ഥം കോട്ടാറ് സൂര്യതീർത്ഥം. ആഗമവിധി പ്രകാരമുള്ള ഒരുകാല പൂജയാണ് ക്ഷേത്രത്തിൽ അനുഷ്ഠിക്കുന്നത്. ആരുദ്ര ദർശനം, മഹാശിവരാത്രി, പങ്കുനി ഉത്രം, വൈകാശി വിശാഖം കൂടാതെ അമാവാസി, പ്രദോഷം എന്നിവയും ക്ഷേത്രത്തിൽ പ്രധാനം. പൂജാ സമയം രാവിലെ 7 മണി മുതൽ 11:30 മണി വരെ, വൈകുന്നേരം 6 മണി മുതൽ രാത്രി 8:30 മണി വരെ. ക്ഷേത്രത്തിലേക്ക് എത്തുവാൻ കാരയ്ക്കാലിൽ നിന്ന് 15.5 കിലോമീറ്റർ. അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ കാരയ്ക്കാൽ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.